വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്മാർട്ട് വാച്ച് ബോട്ടിന്റെ ബോട്ട് സ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണ്. ഈ ഒരു വാച്ചിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ എന്തുകൊണ്ട് ഈ ഒരു വാച്ച് തിരഞ്ഞെടുക്കാം എന്നതെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ബോക്സിലാണ് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് ബോട്ട് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് തന്നെ നമ്മുടെ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് വാച്ച് പുറത്തോട്ടെടുക്കാം, വാച്ച് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്തെല്ലാം ആക്സസറീസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ആക്സസറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഈ ഒരു ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. ചാർജിങ് കേബിൾ നമുക്ക് നോക്കാം, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, ഒരു 1 year വാറണ്ടി കാർഡ്, പിന്നെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബോട്ടിൻ്റെ മിക്ക പ്രൊഡക്റ്റിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, അവരുടെ മറ്റുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ചെറിയൊരു ബുക്ക്ലെറ്റ്. അപ്പം തൽക്കാലം ഇതോടെ ഇരിക്കട്ടെ. പിന്നെ വരുന്നത് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ഒരു സാധനമാണ് അതിൻ്റെ യൂസർ മാനുവൽ. ആസ് യൂഷ്വൽ ഈ ഒരു വാച്ചിൻ്റെ യൂസർ മാനുവലാണ്. ഇതൊക്കെ എന്തായാലും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി നമുക്ക് ഈ ബുക്ക്ലെറ്റും വാറണ്ടി കാർഡും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ വാച്ചിലേക്ക് കിടക്കാം. ഈ ഒരു ബോക്സിൽ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് നമ്മുടെ വാച്ചും അതേപോലെ തന്നെ ഈ വാച്ചിൻ്റെ ഈ ഒരു ചാർജിങ് കേബിളുമാണ്. ഇതൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ്. അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിനി എന്തായാലും വാച്ചിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ വാച്ച്. വാച്ചിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ വാച്ചിനുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു മുകളിലത്തെ ഈ ഒരു സ്റ്റിക്കർ കൂടി ഒന്ന് കളയാം. വാച്ചിൻ്റെ സ്ട്രാപ്പ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്ട്രാപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാച്ച് ഓൺ ഓഫ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു കർവ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വാച്ചിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബോട്ടിന്റെ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഇതിന്റെ ചാർജിങ് മാഗ്നറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സെൻട്രലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഹാർട്ട് ബീറ്റും അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സെൻസറാണ്. പിന്നെ അതിന്റെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് LED ലൈറ്റ്സ് ആണ്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്നത് SpO2 സെൻസറാണ്, നമ്മുടെ ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ എന്നൊക്കെ പറയും. ഈ ഒരു വാച്ച് നമുക്ക് 6 കളർ വേരിയന്റുകളിൽ ലഭ്യമാണ്. അതിൽ തന്നെ ബ്ലൂ, ബ്ലാക്ക്, ചെറി, ഗ്രീൻ, കൂൾ ഗ്രേ, റെഡ് എന്നീ കളർ വേരിയന്റുകളിലാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാച്ചിന്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് 4.2 ആണ് ഈ ഒരു വാച്ചിൽ ഇവർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. പിന്നെ നമ്മൾ ബാറ്ററി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 210 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിന് നൽകിയിട്ടുള്ളത്. ഒരു 8 മുതൽ 10 ദിവസം വരെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിരുന്നത് എനിക്ക് മനസ്സിലായത് SpO2 സെൻസറും അതേപോലെ തന്നെ 24/7 ഹാർട്ട് മോണിറ്ററിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6 മുതൽ 7 ദിവസം വരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂറാണ്. അതേപോലെ തന്നെ USB ഡയറക്റ്റ് ചാർജിങ് സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വാച്ചിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാച്ചിന്റെ ഡിസ്പ്ലേ അത്യാവശ്യം ചെറിയൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബെസൽസ് ഒക്കെ കയറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കറക്റ്റ് അല്ലാത്ത രീതിയിൽ താഴെ കുറച്ച് കൂടുതൽ മുകളിൽ കുറച്ച് അതിന്റെ കുറവ്, അങ്ങനെ ഒരു അറേഞ്ച്ഡ് അല്ലാത്ത രീതിയിൽ ബെസൽസ് ഈ ഒരു വാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബ്രൈറ്റ്നെസ്സും കളറും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കളറും ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് ഡള്ളായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോസും നമുക്ക് ഈ ഒരു വാച്ചിൽ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഏകദേശം 20ഓളം വാച്ച് ഫേസുകളും നമുക്ക് അവൈലബിൾ ആണ്. ബോട്ടിന്റെ തന്നെ പ്രോ ഗിയർ എന്ന് പറഞ്ഞ
പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. അത് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ വാച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ എന്നാണ്. ഏകദേശം 3000 രൂപയോളമാണ് ഈ ഒരു വാച്ചിന്റെ വില വരുന്നത്. അത് സൈറ്റിൽ ഓരോ ടൈമിലും വേരിയേഷൻസ് വരുന്നുണ്ട്. എങ്കിലും ഒരു 2500 രൂപ വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വാല്യൂ ഫോർ മണി എന്ന് ഈ ഒരു വാച്ചിന് പറയാൻ സാധിക്കും മറ്റുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ. എങ്കിൽ 2500 മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാച്ചിനോട് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മറ്റു വാച്ചുകളുണ്ട്. കുറച്ചും കൂടി ഫീച്ചേഴ്സ് വൈസ് കുറച്ചും കൂടി മെച്ചപ്പെട്ട് നിൽക്കുന്ന മറ്റു മോഡലുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പുതിയ വാച്ച് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം ഇത് കുറച്ച് പഴയ മോഡലാണ്. ഇപ്പോൾ കുറെ പുതിയ റിയൽമിന്റെ തന്നെ സബ് ബ്രാൻഡ്സ് ഒക്കെ ഇപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലേക്ക് നല്ല നല്ല സ്മാർട്ട് വാച്ചസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കഴിയുമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇതിലും മികച്ച മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.